ഹലോ, നീണ്ട ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഷോർട്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന യഹ്നി പുലാവുമാണ്. നമുക്ക് ചിക്കൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് ഓൾ സ്പൈസസ് ആഡ് ചെയ്യുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. റൈസിനും ചിക്കനും കൂടെ വേണ്ടിയുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗേർട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ താരം ചിക്കൻ. കഴുകി വാരി വെച്ച ചിക്കനാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. ഇതൊരു പാകിസ്ഥാൻ സ്റ്റൈൽ ഡിഷാണ്. നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് 1 വിസിൽ, ഒറ്റ വിസിൽ കൊണ്ട് ചിക്കൻ വേവും. ഒറ്റ വിസിൽ കേൾപ്പിക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ആ സ്റ്റോക്കും ചിക്കനും സെപ്പറേറ്റ് ചെയ്യണം. ഈ സ്റ്റോക്ക് നമുക്ക് അരി വേവാനായിട്ട് ഉപയോഗിക്കണം. ചിക്കൻ അതിനകത്ത് നിന്ന് പാത്രത്തിനെടുത്ത് മാറ്റുകയും വേണം. അപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആ സ്റ്റോക്കോട് കൂടിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 15 മിനിറ്റ് കുതിർത്തി വെച്ച ബസ്മതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 കപ്പ് അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി, ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് വെന്ത ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വെന്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ഉപ്പിടൽ ചടങ്ങാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ ആദ്യമേ ഉപ്പിടുന്നത്. അത് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, നമ്മൾ ചിക്കൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിലും റൈസോട് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിലുമാണ് കേൾക്കേണ്ടത്. വിസിലൊക്കെ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വിസിൽ ഫുള്ള് പോയി തീർന്നതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. കറക്റ്റ് പാകത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ കറക്റ്റായിട്ട് അരി വെന്തിട്ടുണ്ടാവും. ഒരു തരി വെള്ളം അതിനകത്ത് ഉണ്ടാവില്ല. നമ്മുടെ യഹ്നി പുലാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു സൂപ്പർ ഡിഷാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അധികം സ്പൈസി ഒന്നും അല്ല, വളരെ മൈൽഡ് ഫ്ലേവേർഡാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.